സോഡിയം പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതെല്ലാം കൂടെ ചീഞ്ഞതിലേക്ക് മിക്സ് ചെയ്യുന്നു. ചീഞ്ഞ പച്ചക്കറിയിൽ മിക്സ് ചെയ്ത് ഇതാക്കുന്നു. എന്റെ ദൈവമേ, സതീശൻ എന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞൻ ഈ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ശാസ്ത്രലോകത്തിന് വല്ലാത്ത നഷ്ടമായിരുന്നു. എവിടെ പൊന്നെ, ഇത് എന്ത് സ്മെല്ല്! ഈ എലി ചത്ത് കിടന്നാൽ ഇതെടുത്ത് കളയാൻ ഒരു മനുഷ്യന്. ഓ, ഈ മുറി ആകെ കോലമായ അളിയനെയും പെങ്ങളെ ഏൽപ്പിച്ച് നാറ്റവും. ആ ചുമ്മല്ല അശിയെ ഉള്ള വേസ്റ്റ്. ഇത് വീടാതെ ഡ്രെയിനേജ് സെന്റർ. സിന്ധു, നീ ഒന്നേ, നീ എന്ത് നാറ്റം എന്നറിയാം. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നീ ഫോണും കളിച്ചോണ്ടിരിക്കുക. നീയും നിന്റെ ഭർത്താവും കൂടെ ഈ വീട് ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സഹോദരനും സഹോദരിയൊക്കെ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. എന്താന്ന് കാര്യം പറ. എന്തൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്? ഉള്ള വേസ്റ്റ് അത്രയും കൊണ്ടുവച്ചിരിക്കില്ലേ ഇത്? അതെ, ഒരു പുതിയ പരീക്ഷണത്തിന് വേണ്ടി. ഞാൻ എന്റെ പെങ്ങളെ, ഞാൻ ഒരു കാര്യം പറയാം. അളിയന്റെ അടുത്ത് ഈ പരിപാടി നടത്തിക്കോളാം. മര്യാദക്ക് എന്റെ ടാപ്പിങ്ങിന് പോകാൻ പറ. ചുമ്മാ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് 10-12 വർഷമായി കണ്ടുപിടുത്തം. ഇന്ന് വരെ ഒരു ടിവിയിലെ റിമോട്ട് കളഞ്ഞിട്ട് അവൻ കണ്ടുപിടിച്ചില്ല. അറിയാം, ഇത് അങ്ങനത്തെ കണ്ടുപിടുത്തമല്ല. ഈ വേസ്റ്റ് എല്ലാം കൂടെ വെട്ടിയിട്ട് പുഴുങ്ങിയിട്ടേ അതിന്ന് പെട്രോള് കണ്ടുപിടിക്കാൻ പോവാ. ആദ്യം അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവിന് വെട്ടിയിട്ട് പുഴുങ്ങണം. അവരാണ് ലോകത്തുള്ള ഏറ്റവും വലിയ വേസ്റ്റ്. ഇത്ര സമയം ഞാൻ ക്ഷമിച്ചു. ആങ്ങളെ നോക്കൂല. എന്റെ വർത്താനം പറഞ്ഞാൽ ഞാൻ നല്ല വർത്താനം പറയാം. ഇത് ശരിയാവില്ല കേട്ടോ. ഇതിങ്ങനെ എന്തോന്നാളിയായി ബഹളം. ഇത് എവിടെ കൊണ്ടുപോകണം? ഇതെല്ലാം കൂടി മോനെ അവിടെ വെക്ക്, അതങ്ങോട്ട് വെക്ക്. എന്താണ് സതീഷ് ചേട്ടാ ഇത്? പിന്നെ മോനെ, നാളെ മുതൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ വേസ്റ്റ് നീ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. പിന്നെ ഹോട്ടൽ വേസ്റ്റ് അത് എടുക്കണമെന്ന് ഞാൻ പ്രത്യേകം കാണും കേട്ടാ. ഇടാതെ അവിടെ ഒരു പഴത്തുള്ളി കിടക്കുന്നുണ്ടാ. 250 ml പെട്രോൾ അതിൽ നിന്ന് ഉണ്ടാക്കാം. അത് എടുത്ത് സൂക്ഷിച്ച് മറ്റേ കവറിലോട്ടിട്ട് വയ്ക്കും. അളിയാ, നീ വാ. ഈ പരിപാടി ഇവിടെ ശരിയാവില്ല കേട്ടോ. ഇതെന്തോന്നാണിത്? ഈ വേസ്റ്റ് എല്ലാം കൂടെ വീട്ടിനകത്ത് കൊണ്ട് കയറ്റേണ്ട കാര്യം എന്തോന്നാണ്? സീരിയസ് മിസ്റ്റർ ഓമനക്കുട്ടൻ, ഇത് നിങ്ങളുടെ പഴയ ടാപ്പിങ്ങിന് പോകുന്ന അളിയൻ സതീശനല്ല. ഐ എം എ ഡെന്റിസ്റ്റ്. സയന്റിസ്റ്റ്. ഒരു കണ്ടുപിടുത്തത്തിന്റെ പിന്നാലെയാണ് ഞാൻ. അറിയാം, നീ കണ്ടുപിടുത്തം എനിക്ക് കേട്ട് ഇന്ന് വരെ നീ എന്തെങ്കിലും കണ്ടുപിടിച്ചാന്ന് പറഞ്ഞാണ്. എടാ, കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കണ്ടുപിടിച്ചില്ലേ? എന്ത് കണ്ടുപിടിച്ചു? നിങ്ങൾ സ്ത്രീധനമായിട്ട് ഇവ കൊടുത്ത ഉരുപ്പടി മുഴുവൻ മൊക്കം ഉണ്ടാണെന്ന്. അത് കണ്ടുപിടുത്തല്ലേ? അതുകൊണ്ട് കൂടുതൽ എന്നെ കുറിച്ച് അത് പറയല്ലേ. ചക്കെന്ന് പറയുമ്പോ ചുക്കെന്ന് പറയരുത്. ഇല്ല, ഇപ്പൊ ഇങ്ങനെ പറയേണ്ട കാര്യം പറയുമ്പോ പറയണം. അതിൽ ചക്കും ചുക്കും ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ സത്യമാണ്. സതീശൻ ചേട്ടൻ എത്ര നാളായി ഇങ്ങനെ പരീക്ഷണം എന്ന് പറഞ്ഞ് നടക്കുന്നത്? എവിടെയെങ്കിലും ഒരു 100 രൂപ കാശിന്റെ പണിക്ക് പോ. അപ്പൊ കുടുംബത്തിനെങ്കിലും പ്രയോജനം ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നിർത്ത് സിന്ധു. ഞാൻ വീണ്ടും ടാപ്പിങ്ങിന് പോണെന്നാണ് നീ പറയുന്നത്? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഇതാണ് കുഴപ്പം. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാത്രമല്ല, എന്നെ കണ്ടുപിടിക്കാൻ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ബൾബ് കണ്ടുപിടിക്കാൻ എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴാണ് മറ്റവൻ കണ്ടുപിടിച്ചത്. തോമസ് ആൽവ എഡിസൺ. എന്നിട്ട് എന്റെ അമ്മ ഇടയ്ക്ക് പറയായിരുന്നു, പണിയൊക്കെ കഴിഞ്ഞ ഒരു മക്കളെ 2 പാട്ട് പാടിത്തരാം. അങ്ങനെ അമ്മയ്ക്ക് പാട്ട് കേൾക്കാനായിട്ട് ഞാനൊരു യന്ത്രം കണ്ടുപിടിച്ചതാണ്. കണ്ടുപിടിച്ചില്ല എന്നായപ്പോഴാണ് മറ്റവൻ കണ്ടുപിടിച്ചത്, മാർക്കോണി റേഡിയോ. അങ്ങനെ എന്റെ കണ്ടുപിടുത്തങ്ങളെ എല്ലാം തകർത്ത് കുറെ വായി നോക്കി. പക്ഷെ ഈ കണ്ടുപിടുത്തം ഇതാരും കണ്ടുപിടിക്കില്ല. ഇത് എന്റെ സ്വന്തം കണ്ടുപിടുത്തം. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. അളിയന് ഭ്രാന്താണ്. ആശുപത്രി കൊണ്ടിടുന്നതാണ് നല്ലത്. ഇതിപ്പോ എന്ത് കണ്ടുപിടുത്തമാണ്? ഇപ്പൊ പെട്രോൾ 10 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ ഞാൻ കണ്ടുപിടുത്തത്തിന്റെ ഏതാണ്ട് വക്കിലാണ്. എന്റെ ആളിയ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ലോകത്ത് ആളിയ നാട്ടുകാർ മൊത്തം കളിയാക്കാണ് കേട്ടാ. ഇങ്ങനെ കണ്ടുപിടുത്തം ഇന്ന് വരെ ആരും പെട്രോളിന് പകരം വേറെ സാധനം കണ്ടുപിടിച്ചിട്ടില്ല. നടക്കുവോ? ഇത് ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ അറിയാം. വീട് ജപ്തിയായ ഈ ചെന്നൈയിലെ റിസർച്ച് സെന്ററിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. എന്റെ പെട്രോളിന് അംഗീകാരം തന്നുകൊണ്ടുള്ള കത്ത്. ഇനി നാളെ അവരിവിടെ നേരിട്ട് വരുന്നു. വന്നിട്ട് എന്റെ പെട്രോൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 രൂപയ്ക്ക് പെട്രോൾ കണ്ടുപിടിച്ച ലോകത്തിലെ ഒരേ ഒരാൾ ഞാൻ. സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. വായിച്ചു നോക്കണേ. വേണ്ട, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് കാര്യം ഇത് ആരും വിശ്വസിക്കുന്ന കാര്യമാണ്. കാര്യം വേസ്റ്റ് ചെയ്യുന്നൊക്കെ പെട്രോൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയ്യോ, എന്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, അതിൽ നിന്നൊരു 30 ml പെട്രോൾ എടുത്ത് കുടിച്ചു നോക്കാം. നീ 40 കിലോമീറ്റർ ഓടും. അതല്ല സന്തോഷം കൊണ്ട്. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാനൊന്ന് കുടുംബശ്രീ വരെ പോയിട്ട് വരട്ടെ. അവളോട് പറഞ്ഞിട്ട് വരാം. അല്ലേ, വേണ്ട, ആദ്യം ആ മായനെ വിളിക്കണം. അവളെ കാണുമ്പോ എന്നോട് പറഞ്ഞെന്താണെന്നറിയുമോ? നിന്റെ ഭർത്താവ്
ഭ്രാന്താന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താന്ന്? അല്ല പണ്ട് പിന്നെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്റെ ഭർത്താവ് ഉത്തമനാന്ന്. അതാരടി? ഞാൻ സതീശനല്ലേ നിന്റെ ഭർത്താവ്, വേറെ ആരടി നിന്റെ ഭർത്താവ്? എന്റെ ഭർത്താവ് ഭയങ്കര വലിയ സംഭവമാണ്. നീ വിളിച്ചു പറ, ലോകത്ത് എല്ലാരും വിളിച്ചു പറ. നിങ്ങൾ ആ ഫോണിന്റെ ഞാൻ മായനൊന്ന് വിളിക്കട്ടെ. ഞാൻ ഒരാൾക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതെ, നിങ്ങൾ ആരെ വിളിക്കാൻ പോണേ? മായനെ വിളിക്കട്ടെ, എല്ലായിടത്തും അറിയിക്കട്ടെ. അങ്ങനെ ചെയ്യരുത്, ഇത് രഹസ്യമായിട്ട് വെക്കണം. എന്തിന്? ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു 10 കോടി രൂപ ലോട്ടറി അടിച്ച് എന്ത് ചെയ്യും? ആദ്യമേ ചാടിക്കര ലോകത്തിന് അറിയിക്കില്ല, മാക്സിമം അത് രഹസ്യമായിട്ട് വെക്കും. എന്തിനാണ്? അത് പിന്നെ വല്ല കള്ളന്മാരും ഒക്കെ വന്നാലോ? ആണ് ലോട്ടറി അടിച്ചോണ്ട് പോകാൻ ആള് വരുമെന്നാണ്, അല്ലെങ്കിൽ അവന്റെ ജീവൻ എന്തെങ്കിലും അപകടം ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും വരുവാണോ? അതേ അവസ്ഥയാണ് നമ്മുടെ അളിയനും. നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ലോട്ടറിയല്ലേ അതാ നിൽക്കുന്നത്. എന്റെ കോടീശ്വരാ, ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ആരെങ്കിലും അളിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫയലുകളെല്ലാം അടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യും? അളിയൻ പറഞ്ഞ പോയിന്റ്. അങ്ങനെയാണെങ്കിലേ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ വരുന്നത് അങ്ങ് ഗൾഫിൽ നിന്നായിരിക്കും. ഗൾഫിൽ നിനക്കാരളിയാ ശത്രു? അല്ലെന്നേ, ഈ പെട്രോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന എവിടുന്നാ? ഗൾഫിൽ നിന്നല്ലേ? അപ്പൊ എന്റെ ചേട്ടൻ 10 രൂപയ്ക്ക് പെട്രോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം എന്താവും? അവര് പിച്ച എടുക്കേണ്ടി വരും. അപ്പൊ അറബി ശത്രുക്കൾ എനിക്കുണ്ടാവും. ഒരു പണിയണം. ചേട്ടൻ ഇനി പണിക്കൊന്നും പോവണ്ട. ചേട്ടൻ സതീശൻ ചേട്ടനെ നോക്കിയിട്ട് ഈ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഇനി എന്തിനാ പണിക്ക് പോണത്? കൊച്ചേ, ഇത് ഒരു ഇന്റർനാഷണൽ പ്രശ്നമാണ്. ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടല്ലെന്ന് എന്റെ കൈ നിൽക്കത്തില്ല. ഇതിന് നല്ല ആയുധമുറ, നല്ല അഭ്യാസിയായിട്ടുള്ള ഒരു ബ്ലാക്ക് കാറ്റോ ഒരു ബോഡി ഗാർഡോ അളിയന് വേണം. അതിനിപ്പോ നാളെ അവര് വരത്തില്ലേ? ആ സമയത്തിനുള്ളിൽ ആരെ കണ്ടുപിടിക്കും? അതല്ലേ ഞാനിപ്പോൾ മെസ്സേജ് മുഖാന്തരം വിട്ടത്. എന്റെ കൂട്ടുകാരന്, അതായത് ഇങ്ങനെ സപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്, ഒരു കിടുക്കാഴ്ചയായിട്ടുള്ള ഒരു ബോഡി ഗാർഡിനെ ഇവിടെ അയച്ചു തരും വിത്തിൻ സെക്കൻഡ്സ്. കണ്ടപ്പോ ചേട്ടൻ മാനത്ത് കണ്ടു. അവൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ വരും. ജാക്കി ചാനേക്കാളും മിടുക്കനായ ഒരു ബോഡി ഗാർഡ്. ഞാൻ ബോഡി ഗാർഡ് ബാബു, 5 അടി മുകളിൽ. അല്ല, 5 അടി മുകളിൽ എന്ന് പറഞ്ഞ സംഭവം മറ്റുള്ള ബോഡി ഗാർഡിനേക്കാളും 5 മടങ്ങ് മുമ്പിലാണ് ഞാൻ. എങ്ങനെ ഉണ്ട്? പക്ഷേ ഈ ബ്ലാക്ക് കാറ്റ് നിന്നെ നീ കണ്ണട നൂരിക്ക് എനിക്ക് എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ജാക്കി ചാന്റെ കൂടെ ആയിരിക്കും കുറെ നാൾ അവിടെ ഉണ്ടായിരുന്നു. അല്ല. അപ്പൊ സൽമാൻ ഖാന്റെ കൂടെ ആയിരിക്കും കുറെ നാൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അല്ലടാ, നീ മറ്റേ ഉസ്മാൻ ഖാന്റെ കടയിലെ ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നവല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ ബ്ലാക്ക് കാറ്റ് ബാബു, 5 അടി മുകളിൽ. അപ്പൊ ഞാൻ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. ഞാൻ ഈ ചേച്ചി ഒരു പോറൽ പോലും പെടുത്താതെ പൊന്നു പോലെ നോക്കും. ചേച്ചിക്ക് പോറൽ വരാതിരിക്കാൻ ചേട്ടനുണ്ട്. എടാ, നീ വന്നിരിക്കുന്നത് ചേച്ചിയെ നോക്കാനല്ല, എന്റെ അളിയനൊന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യേ എന്താ അയ്യേ? സാറിന്റെ കൂടെ ഒരു നിഴൽ പോലെ ഞാൻ എപ്പോഴും ഉണ്ടാകും. സാറിന്റെ സുരക്ഷിതമാണ് എന്റെ ഉത്തരവാദിത്വം. അതാണ് ബാബു, 5 അടി മുകളിൽ. 1 മിനിറ്റ്. സാർ സേഫ്, ലൊക്കേഷൻ ക്ലിയർ. അറിവില്ല അക്രമികൾ എപ്പോഴാണ് എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് പറയാൻ പറ്റും. രണ്ടാളിയാകും, ഞാൻ കൊണ്ടുവന്നും വേസ്റ്റ് ആവൂലല്ലോ. സാറിന്റെ സുരക്ഷിതമാണ് എന്റെ ഉത്തരവാദിത്വം. ഞാൻ പകലൊന്നില്ലാതെ ഇങ്ങനെ കണ്ടുപിടുത്തം വേണം നടക്കുക. വൈറ്റോട്ട് എന്തെങ്കിലും ചെല്ലണ്ടേ? അങ്ങ് കഴിച്ചേ. കാണിച്ചത് ഇങ്ങോട്ട് വരെ. കാണിച്ചത് ഇനി കൊടുത്തോളൂ. താൻ കുടിച്ച വേസ്റ്റ് ആണോ എന്റെ ഭർത്താവ് കുടിക്കേണ്ടത്? ഇനി മുതൽ ഇവിടെ സാറിന്റെ ഭക്ഷണത്തിൽ ആദ്യം ഞാൻ കഴിക്കും, അത് കഴിഞ്ഞിട്ട് സാറ് കഴിച്ചാൽ മതി. നിങ്ങൾ ഭക്ഷണം വിഷം ഇട്ട് കൊടുത്താലോ? വെറുതെ തോന്നിയാസം പറയരുതേ. എന്റെ ഭർത്താവിന് ഞാൻ വിഷം കൊടുക്കോ? അല്ല സിന്ധു, അല്ല അവൻ പറഞ്ഞതിന് ചെറിയൊരു കാര്യമുണ്ട്. മുമ്പ് പ്രാവശ്യം ഞാൻ പണിക്കൊന്നും പോയിരുന്നപ്പോ നീ പറഞ്ഞു നിങ്ങൾക്ക് കാടിവെള്ളത്തിൽ വിഷം കലക്കി തരുമെന്ന് പറഞ്ഞില്ലേ? സതീഷേട്ടന് ഒരു പണിക്കും പോകാതിരുന്നപ്പോ ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു പോയതല്ലേ. ഈ സിന്ധു അങ്ങനെ ചെയ്യുവോ? ദേഷ്യം വന്നാലോ? അങ്ങനെയൊന്നും ചെയ്യൂല. സാർ, സാറിന്റെ സുരക്ഷിതമാണ് എന്റെ ഉത്തരവാദിത്വം. ബാബു, 5 അടി മുകളിൽ. ഞാൻ എന്താ വരുന്നേ? നീ വരണ്ട. ഇവിടെ ഞാൻ പോകേണ്ട ആവശ്യമാണ്. സാറോടൊപ്പം മൂത്രം ഒഴിക്കാൻ. എന്നാ ഞാൻ ആദ്യം മൂത്രമൊഴിക്കും, അത് കഴിഞ്ഞ് സാർ മൂത്രമൊഴിച്ചാൽ മതി. മൂത്രം ഒഴിക്കുന്നിടത്ത് എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ആക്രമികൾ എവിടെയാ പതുങ്ങിയിരിക്കുന്നത് പറയാൻ പറ്റുമോ? കേട്ടിട്ടില്ലേ? ക്ലോസറ്റ് ബോംബ്. അവിടെ ചെന്ന് ഇരിക്കുമ്പോ ബോംബ് കൊടുക്കും. ക്ലോസറ്റ് ബോംബ്. ഞാൻ വന്നിട്ട് സാറ് പോയാൽ ഇല്ല, ഞാൻ പോടില്ല, ഞാൻ ഒഴിക്കില്ല. ഞാൻ ഒഴിക്കും, വേണ്ടാന്ന് വെച്ച്. അയ്യോ അമ്മ. അയ്യോ എന്റെ പൊന്നു മക്കളെ. എടാ, 10 പൈസക്ക് വിലയില്ലാത്ത നീ 10 രൂപയുടെ പെട്രോൾ കണ്ടുപിടിച്ചമ്മ. എനിക്ക് വയ്യ മക്കളെ. ഓടി വന്ന അമ്മയ്ക്ക് ഒരു ഉമ്മ താടാ. ഇനി കൊടുത്തോ സാർ, ലൊക്കേഷൻ ക്ലിയർ. എന്നെ ഉമ്മ
എന്റെ അതെ അളിയാ മതി ഇവിടുത്തെ പരിപാടികളൊക്കെ മതി. ഇനിയിപ്പോ നാളെ രാവിലെ റിസർച്ച് സെന്ററിൽ നിന്ന് ആള് വരാനുള്ളതാണ്. എനിക്ക് കിടന്നുറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. എല്ലാരും പൊക്കോ. നാളെ കാണാമോ? ആദ്യം പോടാ. സത്യമാട്ടാ സതീശൻ ചേട്ടന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. കുറച്ചു നേരം ഒന്ന് മര്യാദക്ക് ഒന്ന് കിടന്നുറങ്ങിക്കേ. ഞാനും ഒന്ന് അകത്ത് പോയിട്ട് വരും. എന്റെ മുഖത്ത് ക്ഷീണമുണ്ടെന്ന് ആര് പറഞ്ഞു? ക്ഷീണമുണ്ട്. ചുമ്മാ പറഞ്ഞല്ലേ? എന്ത് ക്ഷീണമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞു? അവര് പോവാൻ വേണ്ടി പറഞ്ഞല്ലേ? എന്തിനാ അവര് പോവാൻ വേണ്ടി പറഞ്ഞത്? എത്ര നാളായി നമ്മളൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നിട്ട്. ഞാൻ ഈ പരീക്ഷണത്തിന്റെ പിറകെ ആയതുകൊണ്ടല്ലേ നിന്നെ നോക്കാൻ പോകുന്ന എന്തോ സാർ ലൊക്കേഷൻ ക്ലിയർ. സാർ ഇവിടെ കിടക്കൂ, ചേച്ചി അപ്പുറം കിടക്കൂ, ഞാൻ അടുക്ക കിടക്കും. അല്ല പിന്നെ പാതിരാത്രിക്ക് ചേച്ചി വല്ല ആക്രമിച്ചാലോ? പറയല്ലേ അനാവശ്യം പറയരുത്. അളിയാ നീ എന്തോന്ന് കാണിക്കുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അളിയാ. കോടിക്കാട് ബാബു അഞ്ചടി മുകളിൽ. അത് മതി, അഞ്ചടി മുകളിൽ മനസ്സിലായി. നാളെ റിസർച്ച് സെന്ററിൽ നിന്ന് ആള് വരുമ്പോ എനിക്ക് ക്ഷീണമില്ലാതെ നല്ല പ്രസരിപ്പോടെ നിൽക്കാനുള്ളതാണ്. സാറിന്റെ സുരക്ഷിതമാണോ എന്റെ ഉത്തരവാദിത്വം? അത്രയും മതി. ഞാൻ പറയാം അളിയ, ഇവൻ ഇങ്ങനെയൊന്നും പറഞ്ഞ അവൻ പോകത്തില്ല. നീ അവനെ ഒരു ഉത്തരവാദിത്തോട് ഒരു കാര്യം ഏൽപ്പിക്കണം. ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഫയലാ സാധനങ്ങളെ കൊണ്ട് ലാബിൽ വെക്കാൻ. ബാബു സാർ, ബാബു പ്രൊട്ടക്ഷൻ വേണ്ടത് ഇവിടെ അല്ല. എന്റെ ഈ പെട്രോൾ കണ്ടുപിടുത്തത്തിന്റെ പരീക്ഷണങ്ങളുടെ ഫോർമുല എല്ലാം ഉള്ളത് എന്റെ അവിടെ പരീക്ഷണശാലയിലാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ഫയലും ഇതെല്ലാം കൂടെ എടുത്തിട്ട് അവിടെ സുരക്ഷിതമായിട്ട് ഒന്ന് കാക്കുക. കാരണം നാളത്തെ പരീക്ഷണം നടത്തേണ്ടത് അവിടെ വെച്ചാണ് നാളെ എനിക്ക് കത്തിക്കാനുള്ളത്. അപ്പൊ എല്ലാം എടുത്തിട്ട് അവിടെ കാവൽ നിൽക്കും കേട്ടോ. ഇതെവിടുന്ന് കിട്ടിയതിനെ? അതെ, ഞാൻ ആത്മാർത്ഥം ഇങ്ങനെ കൂടിപ്പോന്ന് വിചാരിച്ചാ അളിയ. പിന്നെ വേറൊരു കാര്യം, നാളത്തെ ചടങ്ങ് എന്താണ്? നാളെ അവര് വരുന്നു നമ്മൾ ആ പരീക്ഷണശാലയിൽ പോകുന്നു. ഞാൻ കണ്ടുപിടിച്ച ആ ദ്രാവകം ഉണ്ടല്ലോ, അത് പെട്രോളിനെ പോലെ അത്ര പെട്ടെന്ന് കത്തുന്നു. അത് കത്തി കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അപ്രൂവൽ തരുന്നു. അപ്പൊ അവർക്ക് നേരിട്ട് കാണണം. അതിനു വേണ്ടിയാണ് വേണ്ടി പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ലോകത്ത് പെട്രോൾ കണ്ടുപിടിച്ച ഒരേ ഒരു മഹാൻ. അയ്യോ ചേട്ടാ, ഓടി വാ. നമ്മുടെ ലാഭം നിന്ന് കത്തുന്നു. എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, മൊത്തം കത്തിക്കൊണ്ടിരിക്കുക. എന്റെ പരീക്ഷണശാല, എന്റെ കത്തിച്ചെന്നറിയാൻ എല്ലാം പോയി. നീ എവിടെ പോയി കിടക്കായിരുന്നടാ? ആരും പേടിക്കണ്ട, ഞാനാ കത്തിച്ചത്. കത്തിച്ചത്? അതെ, നാളെ അവര് വരുമ്പോ കത്തിക്കാൻ വേണ്ടി സാർ ഒരു ദ്രാവകം ഉണ്ടാക്കി വെച്ചില്ലേ, അത് കത്തുമെന്ന് അറിയാൻ വേണ്ടി ഞാനാ അത് കത്തിച്ച് നോക്കിയത്. എന്തിന്? അല്ല, നാളെ അവര് വരുമ്പോ സാറ് കത്തിക്കുമ്പോ കത്തിയില്ലെങ്കിൽ നമുക്ക് നാളെക്കേടല്ലേ സാറേ അത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കൺഗ്രാജുലേഷൻ. പെട്രോളിനേക്കാളും വീര്യമുള്ള സാധനം ഞാൻ തീപ്പെട്ടി ഇങ്ങനെ കാണിച്ചത് ഭൂമെന്നൊരു കത്തല്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച എന്റെ ഫയലുകളൊക്കെ ഇവിടെ. അതല്ലേ ആദ്യം കത്തി ചാമ്പലായത്. ഞാൻ വെറും ബാബു അല്ല, ബാബു ബോഡി ഗാർഡ് 5 അടി മുകളിൽ. നീ 5 അടി മുകളിലല്ലടാ, നീ 6 അടി താഴെയാടാ മണ്ണിൽ.